ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം മറ്റുള്ളവരെ പരിഗണിക്കുന്നത്, അവർക്ക് വില കൊടുക്കുന്നത്, അവരെ മനസ്സിലാക്കുന്നത് ബാഹ്യമായ പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അത് സത്യമായ ഒരു യാഥാർത്ഥ്യമാണ്. വിദ്യാഭ്യാസം, ബന്ധം, പരിചയം, ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ ആണ് പലപ്പോഴും മറ്റുള്ളവരെ വിലയിരുത്തുവാൻ, പരിഗണിക്കുവാനൊക്കെ നാം ഉപയോഗിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അർത്ഥം മനസ്സിലായപ്പോൾ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ, പൗലൂസിൻ്റെ വീക്ഷണം മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ, പൗലൂസിൻ്റെ മനോഭാവം, അതാണ് ഇന്നത്തെ വചനത്തിൽ നാം ധ്യാനിക്കുന്നത്. 2 കൊരിന്ത്യർ 5-16 വാക്യത്തിൽ, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പൗലോസ് മനസ്സിലാക്കുന്നു. അങ്ങനെ പുതിയ സൃഷ്ടിയായ, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായ, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ ജീവിതം സമർപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും പൗലോസ് പരിഗണിക്കുന്നത് ഒരുപോലെ ആകുന്നു എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. ജഡപ്രകാരം ആരെയും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പല മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ആളുകളെ സ്വീകരിച്ചിരുന്നത്, സംസാരിച്ചിരുന്നത്, പരിഗണിച്ചിരുന്നത്. എന്നാൽ ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഏത് ഭാഷക്കാരനാണെങ്കിലും അവൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി ആയവൻ ആകുന്നുവെങ്കിൽ അവനെ ആ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ അറിയുക, മനസ്സിലാക്കുക എന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം തന്നെയാണ്. എബ്രായ ലേഖനം 2 11-12 വചനങ്ങളിൽ, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ്, ഒരു പരാമർശമാണ്. യേശുവാണ് എല്ലാവരെയും വിശുദ്ധീകരിക്കുന്ന, എല്ലാവർക്കും പിതാവായിരിക്കുന്ന ദൈവം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ അവരെ, അതായത് കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിച്ചില്ല. തന്നിൽ വിശ്വസിക്കുന്ന ആളുകളിൽ വലിയവരുണ്ട്, ചെറിയവരുണ്ട്, പല ഭാഷക്കാരുണ്ട്, പല സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷയിലേക്ക് വന്നവരുണ്ട്, പലതരത്തിൽ രക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്. എന്നാൽ അവരെ ഒന്നും കർത്താവ് തരംതിരിച്ച് കാണുന്നില്ല. എല്ലാവരെയും സഹോദരന്മാർ എന്ന് പരിഗണിച്ചുകൊണ്ട് അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല എന്നാണല്ലോ നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. ഇതുപോലെ തന്നെ ഗലാത്യ ലേഖനം നാം എടുക്കുമ്പോൾ 2 16 വാക്യത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത്, പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല, ദൈവം മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല. നാം ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നാം യേശുവിൽ വിശ്വസിക്കുന്ന ആളുകളെ എപ്രകാരമാണ് കാണുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവനെ സ്വീകരിപ്പാൻ, കൈക്കൊള്ളുവാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ? പലപ്പോഴും
രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും നാം ആളുകളെ സ്വീകരിക്കുന്നത്, അവരെ പരിഗണിക്കുന്നത് അവർക്കെന്തുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവരാരാണ് എന്ന് നാം ചിന്തിച്ചുകൊണ്ടാണ്. ഒരിക്കലും അങ്ങനെ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെങ്കിൽ ജഡപ്രകാരം അങ്ങനെയുള്ളവരെ ഒരിക്കലും നാം പരിഗണിക്കാൻ പാടില്ല. അവൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടി ആയതുകൊണ്ട് ആരായിരുന്നാലും അവനെ സഹോദരൻ എന്ന് വിളിക്കുവാനുള്ള മനസ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സഭകളിൽ എല്ലാവരെയും സഹോദരന്മാരായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കും. ഒരപ്പൻ്റെ മക്കൾ, ഒരപ്പത്തിൻ്റെ അംശികൾ എന്നൊക്കെ നാം അവകാശപ്പെടുമ്പോഴും ഈ ഒരു വളർച്ചയിലേക്ക്, ക്രിസ്തുവിൻ്റെ പരിജ്ഞാന പൂർത്തിയിലേക്ക് നമുക്ക് എത്തുവാൻ തീർച്ചയായിട്ടും സാധിക്കണം. അതുകൊണ്ട് ദൈവത്തിന് മുഖപക്ഷമില്ലാത്തതുപോലെ യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന, താൻ വിശുദ്ധീകരിക്കുന്ന എല്ലാവരെയും സഹോദരന്മാർ എന്ന് വിളിപ്പാൻ യാതൊരു ലജ്ജയും കാണിക്കാതെ അതിൽ അഭിമാനിച്ചതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും അവർ ആരാണ് എന്ന് നോക്കാതെ അവരെ കൈക്കൊള്ളുവാൻ ഈ വചനം നിമിത്തം ഇടയാകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും മറ്റു ചിന്തകൾ വരാതിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ദൈവം തൻ്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളെ വേർതിരിച്ചതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി ജീവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.